വെൽക്കം ബാക്ക് വാർത്താപ്രേമികളായ എല്ലാവർക്കും ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 19. ഇന്ന് നിങ്ങൾ കേട്ടിരിക്കേണ്ട പ്രധാന വാർത്തകളിലൂടെ ഒന്ന് പോയി വരാം. പ്രധാന വാർത്തകൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോര ചിന്താത്ത നല്ല നാളേക്കായി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഇന്നു മുതൽ. 15 മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായി ഗാസയിൽ ഞായറാഴ്ച 42 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകും. പ്രാദേശിക സമയം രാവിലെ 8:30 വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് സമാധാന ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥരായ ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി മജീദ് അൽ അൻസാരി അറിയിച്ചു. ഗാസയിലെ ജനങ്ങളോട് ജാഗ്രതയോടെ ഇരിക്കാനും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാനും ഖത്തർ നിർദ്ദേശിച്ചു. ആദ്യഘട്ട വെടിനിർത്തലിനിടെ 33 ബന്ദികളെ ഹമാസ് ഘട്ടം ഘട്ടമായി മോചിപ്പിക്കും. ഇതിൽ 3 പേരെ ഞായറാഴ്ച വിട്ടയക്കും. ഇവർ 30 വയസ്സിൽ താഴെയുള്ള ഇസ്രായേലിൻ്റെ വനിതാ സൈനികരാണെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന 737 പാലസ്തീൻ തടവുകാരുടെ വിശദാംശങ്ങൾ ഇസ്രായേൽ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യ സംഘത്തിൽ 95 പേരുണ്ടാകും. ഇവരെ ഞായറാഴ്ച 4 ശേഷമേ കൈമാറൂ എന്ന് ഇസ്രായേൽ അറിയിച്ചു. ജനവാസ മേഖലകളിൽ നിന്നുള്ള സൈന്യത്തിൻ്റെ പിന്മാറ്റവും ആദ്യഘട്ടത്തിലുണ്ടാകും. ആദ്യഘട്ട വെടിനിർത്തലിൻ്റെ 16-ാം ദിനം 2ഉം 3ഉം ഘട്ടങ്ങൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങും. ഖത്തർ, US, ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമഫലമായുണ്ടായ വെടിനിർത്തൽ കരാർ വെള്ളിയാഴ്ച വൈകിയാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചത്. ശിക്ഷ ഇളവ് വേണമെന്ന് ഗ്രീഷ്മ, പൈശാചിക സ്വഭാവമെന്ന് പ്രോസിക്യൂഷൻ. ഷാരോൺ വധക്കേസിൽ അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിൽ ബിരുദ സർട്ടിഫിക്കറ്റുമായി എത്തി ശിക്ഷാ ഇളവ് തേടി ഗ്രീഷ്മ. 24 വയസ്സു മാത്രമാണ് പ്രായമെന്നും MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. വിചാരണ നടക്കുന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത്. വാദങ്ങൾ കേട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് നീട്ടി. ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. സുഹൃത്തായ മൂര്യാങ്കര JP ഹൗസിൽ JP ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ആസൂത്രണം ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഇല്ലാതാക്കിയ ഗ്രീഷ്മയ്ക്ക് പൈശാചിക സ്വഭാവമാണെന്നും കുറ്റബോധം പോലുമില്ലാതെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ വാദിച്ചു. സെയ്ഫ് അലി ഖാന് നേരെയുള്ള ആക്രമണം, ഒരാൾ പിടിയിൽ. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ശനിയാഴ്ച ഛത്തീസ്ഗഡിൽ നിന്ന് ഒരാളെ പോലീസ് പിടികൂടി. ആകാശ് കനോജിയയാണ് RPFൻ്റെ പിടിയിലായത്. മുംബൈ പോലീസ് അയച്ച ഫോട്ടോയുമായി സാമ്യമുള്ളതിനെ തുടർന്ന് ആണ് കസ്റ്റഡിയിലെടുത്തത്. മുംബൈയിൽ നിന്ന് ഹൗറയിലേക്ക് പോവുകയായിരുന്ന ജ്ഞാനേശ്വരി എക്സ്പ്രസ് ഛത്തീസ്ഗഡിലെ ദുർഗയിലെത്തിയപ്പോഴാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയായിരുന്ന കനോജിയെ പിടിയിലാവുന്നത്. വീഡിയോ കോൺഫറൻസ് വഴി മുംബൈ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങാനായി ഒരു പോലീസ് സംഘം മുംബൈയിൽ നിന്ന് റായ്പൂരിലേക്ക് തിരിച്ചു. സെയ്ഫിനെ കുത്തിയെന്ന് കരുതുന്ന വ്യക്തി ദാദറിലെ ഒരു കടയിൽ നിന്ന് ഹെഡ്ഫോൺ വാങ്ങുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മദ്യക്കമ്പനിക്ക് സർക്കാരിൻ്റെ വെള്ളമുറപ്പ്. ജനകീയ സമരത്തെ തുടർന്ന് കോളക്കമ്പനി പൂട്ടിയ പാലക്കാട് ജില്ലയിൽ പുതുതായി അനുമതി നൽകിയ മദ്യക്കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകും. കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്ന് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഇതടക്കം ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഉത്തരവ്. ഒയാസിസ് കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്കാണ് മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയത്. ഭൂഗർഭജലം ആവശ്യമില്ലെന്ന് കമ്പനി നൽകിയ പദ്ധതി രേഖയിലുണ്ട്. മഴവെള്ളം ശേഖരിക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് കിൻഫ്ര പാർക്കിൽ ജല അതോറിറ്റി തുടങ്ങുന്ന പ്ലാന്റിൽ നിന്നാണ് കമ്പനിക്ക് വെള്ളം നൽകുക. വ്യാവസായിക നിരക്ക് ഈടാക്കും. മലമ്പുഴ അണക്കെട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത്. വെള്ളം നൽകുന്നതിനുള്ള പ്ലാന്റിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 12.5 ലക്ഷം യൂണിറ്റ് ശേഷിയുള്ള ശുദ്ധീകരണ ശാലയാകും തുടങ്ങുക. മദ്യനിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളിൽ അരിയും ഉൾപ്പെടും. പാലക്കാട് തന്നെ കമ്പനി സ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യവും അരിയുടെ ലഭ്യതയാണ്.
കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാരിന് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നുള്ള വാദവും റിപ്പോർട്ടിലുണ്ട്. ഇത് അതേ രീതിയിൽ ഉത്തരവിലും ആവർത്തിക്കുന്നു. ആംബുലൻസിന് വഴി കൊടുക്കാത്ത സംഭവം. കാർ ഓടിച്ച ഡോക്ടർക്ക് പിഴ. രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസിന് വഴി കൊടുക്കാത്ത സംഭവത്തിൽ ഡോക്ടർ കൂടിയായ കാർ യാത്രക്കാരിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കി. കാർ ഓടിച്ചിരുന്ന പിണറായി സ്വദേശി ഡോക്ടർ രാഹുൽ രാജിൽ നിന്നാണ് തലശ്ശേരി ജോയിന്റ് RTO പിഴ ഈടാക്കിയത്. വ്യാഴാഴ്ച വൈകിട്ട് തലശ്ശേരി എരഞ്ഞോളിയിലായിരുന്നു സംഭവം. ഹൃദയാഘാതത്തെ തുടർന്ന് രോഗിയുമായി തലശ്ശേരി ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് കാർ വഴി നൽകാതിരുന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന മട്ടന്നൂർ കളറോഡ് സ്വദേശിനി EK റുക്കിയ ആശുപത്രിയിലെത്തിയ ശേഷം മരിച്ചിരുന്നു. ആംബുലൻസ് വഴി കൊടുക്കാത്തതിന് 5000 രൂപയാണ് പിഴ ചുമത്തിയത്. ബോധപൂർവം മാർഗതടസ്സം ഉണ്ടാക്കിയിട്ടില്ലെന്നും പെട്ടെന്ന് പരിഭ്രമം മൂലം സംഭവിച്ചു പോയതാണെന്നും ഇദ്ദേഹം RTOയ്ക്ക് മൊഴി നൽകി. ഇദ്ദേഹത്തിൻ്റെ പേരിൽ കതിരൂർ പോലീസും കേസെടുത്തിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർ മട്ടന്നൂർ നെല്ലൂനിയിലെ K ശരത്താണ് മോട്ടോർ വാഹന വകുപ്പിനും കതിരൂർ പോലീസിനും പരാതി നൽകിയത്. ആറളം ഫാമിലെ ഭൂമി പാട്ടത്തിന് നൽകൽ. കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് ആദിവാസി ക്ഷേമസമിതി. പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ആറളം ഫാമിലെ ആദിവാസി ഭൂമി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകിയ ഫാം മാനേജ്മെൻറ്റിൻ്റെ നടപടിക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPMൻ്റെ ആദിവാസി സംഘടനയായ ആദിവാസി ക്ഷേമസമിതി സർക്കാരിൻ്റെ പട്ടികവർഗ വികസന വകുപ്പിൻ്റെയോ അനുമതിയില്ലാതെ ചില വകുപ്പ് മേധാവികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടക്കരാർ ഉണ്ടാക്കുകയായിരുന്നുവെന്ന് ആദിവാസി ക്ഷേമസമിതി കുറ്റപ്പെടുത്തി. ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് 42.9 കോടി രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിയ ഭൂമി ആദിവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ആദിവാസി മണ്ണിനെ സംരക്ഷിക്കാൻ ഫെബ്രുവരി ആദ്യവാരം പാട്ടക്കരാർ നൽകിയ ഭൂമിയിലേക്ക് ആദിവാസി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി കൊടികുത്തി കുടിൽ കെട്ടി അവകാശം സ്ഥാപിക്കുമെന്ന് ആദിവാസി ക്ഷേമസമിതി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എരഞ്ഞോളിയിൽ വാടക ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിക്കുന്ന സ്ത്രീക്കു നേരെ അക്രമം. വടക്കുംപാട് കാരാട്ടുകുന്ന് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തലശ്ശേരി ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിലെ റിട്ടയർ ജീവനക്കാരി സുഗതകുമാരിയെയാണ് മുഖത്തും നെറ്റിയിലും പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കിടപ്പുമുറിയിൽ കണ്ടെത്തിയത്. ഗുരുതര പരിക്കേറ്റ ഇവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ബൈക്ക് മോഷണം. 17കാരൻ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ബൈക്കുകൾ മോഷ്ടിക്കുന്ന പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 3 പേരെ കാസർഗോഡ് കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ആലമ്പാടി റഹ്മാനിയ നഗർ മിനി എസ്റ്റേറ്റിലെ CM മൊയ്തീൻ ഫാസിൽ, എടനീരിലെ H മുഹമ്മദ് മുസ്തഫ, വിദ്യാനഗർ സ്വദേശിയായ 17കാരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബൈക്ക് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പഴയങ്ങാടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകളിൽ മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയാണ് സംഘം പിടിയിലാകാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ബൈക്ക് മോഷണ കേസിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. ദൃശ്യങ്ങളിൽ പതിഞ്ഞ 3 പേരുടെയും ഭാഷ കാസർഗോഡ് ശൈലിയിലുള്ളതാണെന്നും മനസ്സിലാക്കിയ പോലീസ് വിദ്യാനഗർ പോലീസിൻ്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടുകയായിരുന്നു. കമ്പോള നിലവാരം. കുരുമുളകിന് 100 രൂപ കുറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ കൂടി. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ് 63,900 രൂപയായി. ഗാർബിൾഡിന് 65,900 രൂപയും. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 100 രൂപ വർദ്ധിച്ച് 22,700 രൂപയിലെത്തി. ശബരിമല വിശേഷം. ശബരിമലയിൽ ദർശനം ഇന്ന് രാത്രി 10 വരെ. ശബരിമലയിൽ ഞായറാഴ്ച രാത്രി 10 വരെയാണ് ഭക്തർക്ക് ദർശനം. 10-ന് മണിമണ്ഡപത്തിൽ കുരുതിയോടെ ഭക്തർ സംബന്ധിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാകും. തിങ്കളാഴ്ച പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. പുലർച്ചെ 5:30-ന് ഗണപതി ഹോമത്തിന് ശേഷം തിരുവാഭരണ മടക്ക ഘോഷയാത്ര പുറപ്പെടും. രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം 6:30-ന് മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കും. കുംഭമാസ പൂജകൾക്കായി ഫെബ്രുവരി 12-ന് വൈകിട്ട് 5-നായിരിക്കും പിന്നീട് നട തുറക്കുക. ഇന്ന് ശബരിമലയിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഏക മകൻ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. പുതുപ്പാടി ഈങ്ങപ്പുഴയ്ക്ക് സമീപം കട്ടിപ്പാറ വേനക്കാവിൽ ഉമ്മയെ ഏകമകൻ വെട്ടിക്കൊന്നു. മസ്തിഷ്ക ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന അടിവാരം പൊട്ടിക്കൈ 30 ഏക്കർ കൈക്കൽ വീട്ടിൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. മകൻ മുഹമ്മദ് ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു.
തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ ഉപയോഗിച്ചാണ് കൊല ചെയ്തത്. മയക്കുമരുന്നിന് അടിമയായിരുന്ന ആഷിഖ് മുൻപ് ഡി അഡിക്ഷൻ സെൻ്ററിൽ ചികിത്സ തേടിയിരുന്നെന്ന് വിവരം ലഭിച്ചതായി പോലീസും നാട്ടുകാരും പറഞ്ഞു. പുതിയ ആദായനികുതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ആദായനികുതി നിയമത്തിൽ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി പുതിയ ബിൽ വരുന്നു. ജനുവരി 30 തുടങ്ങുന്ന പാർലമെൻറ്റ് ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ ബിൽ സഭയിൽ അവതരിപ്പിച്ചേക്കും. പ്രത്യക്ഷ നികുതിയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ലളിതമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഭേദഗതികൾ. അനാവശ്യ നിബന്ധനകൾ ഒഴിവാക്കുന്നതിനും നീക്കമുണ്ട്. ആദായനികുതി നിയമത്തിലെ ചട്ടങ്ങളും നിബന്ധനകളും നികുതിദായകർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലാക്കാനാണ് പുതിയ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. കൗതുക വാർത്ത. ഇക്കൊല്ലത്തോടെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം 90 കോടി കടക്കുമെന്ന് ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ ഇന്ത്യയിലെ വിവിധ പ്രാദേശിക ഭാഷകളിൽ കൂടുതൽ ലഭ്യമാകുന്നതാണ് ഇതിന് കാരണം. അഭിപ്രായം പറയുന്നവരുടെ പേരിൽ കേസ്, സ്വേച്ഛാധിപത്യ നടപടിയെന്ന് മദ്രാസ് ഹൈക്കോടതി. പൊതുപ്രശ്നങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നവർക്കെതിരെ കേസെടുക്കുന്നത് സ്വേച്ഛാധിപത്യ നടപടിയാണെന്ന് മദ്രാസ് ഹൈക്കോടതി. മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുടെ പേരിൽ ക്രിമിനൽ കേസുകളെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന പ്രവണതയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമാണ്. സത്തയുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുകയും തെറ്റായവ തിരസ്കരിക്കപ്പെടുകയും ചെയ്യും. ഇക്കാര്യത്തിൽ വിചാരണയാവാം. പക്ഷേ അറസ്റ്റ് പോലുള്ള നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് GR സ്വാമിനാഥൻ്റെ ബെഞ്ച് അഭിപ്രായപ്പെട്ടു. കോടികളുടെ ഭൂമി ഇടപാടിലെ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ യൂട്യൂബർ സവുക് ശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്ത കേസിൽ ഇടപെട്ടായിരുന്നു കോടതിയുടെ അഭിപ്രായം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് വ്യായാമം നടത്തരുത്. കാന്തപുരം വിഭാഗം. അന്യ പുരുഷന്മാരുടെ മുന്നിലും ഇടകലർന്നും സ്ത്രീകൾ അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ലെന്ന് കാന്തപുരം വിഭാഗം സമസ്ത മുഷവറ. മതവിശ്വാസത്തിന് അനുവദനീയമല്ല. സുന്നികൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തി വിശ്വാസ സാഹചര്യങ്ങളും നയങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും മുഷവറ യോഗം പത്രക്കുറിപ്പിൽ അറിയിച്ചു. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ, മുഹമ്മദ് സിറാജ് ടീമിലില്ല. ശ്രേയസ് അയ്യർ, മുഹമ്മദ് ഷാമി എന്നിവർ മടങ്ങിയെത്തി. വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കളിക്കാതിരുന്നത് ടീമിലേക്ക് പരിഗണിക്കുന്നതിൽ സഞ്ജു സാംസണ് തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച രീതിയിൽ കളിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററെ പരിഗണിക്കാത്തതിൽ BCCIക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. 16 ഏകദിനങ്ങളിൽ നിന്ന് 510 റൺസാണ് സഞ്ജുവിനുള്ളത്. ഇതിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അവസാനമായി സഞ്ജു ഏകദിന മത്സരം കളിച്ചത്. അതിൽ 108 റൺസ് നേടി കളിയിലെ താരമായി. എന്നാൽ പിന്നീട് ഈ ഫോർമാറ്റിലേക്ക് അവസരം ലഭിച്ചില്ല. 2020-ൽ അവസരം കിട്ടിയപ്പോൾ തകർത്തു കളിക്കുന്ന സഞ്ജുവിനെയാണ് സമീപകാലത്ത് ക്രിക്കറ്റ് ലോകം കണ്ടത്. ദേശീയ ഗെയിംസ് വോളിബോൾ കോടതിയുടെ കോർട്ടിൽ. ദേശീയ ഗെയിംസുമായി ഒളിമ്പിക് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും പ്രത്യേകം വോളിബോൾ ടീമുകളെ പ്രഖ്യാപിച്ചതോടെ തർക്കം കോടതിയിലേക്ക്. ടീമിനെ പങ്കെടുപ്പിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് വാദമുയർത്തി ഇരുവിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സ് അസോസിയേഷൻ തെരഞ്ഞെടുത്ത ടീമിനാണ് അർഹതയെന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തങ്ങൾ പ്രഖ്യാപിച്ച ടീമിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. 10 പേരുമായി 1 മണിക്കൂർ പൊരുതി. നോർത്ത് ഈസ്റ്റിനെതിരെ സമനില നേടി ബ്ലാസ്റ്റേഴ്സ്. ആദ്യ പകുതിയുടെ 30-ാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് ഒരാളെ നഷ്ടപ്പെട്ടിട്ടും പൊരുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ISL ഫുട്ബോളിൽ ധീരമെന്ന് വിശേഷിപ്പിക്കാവുന്ന സമനില. ആദ്യ പകുതിയിൽ ഐബാൻബ ഡോളിംഗ് ആണ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത്. 24-ന് ഈസ്റ്റ് ബംഗാളിനെതിരെ അവരുടെ ഗ്രൗണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കളി. ഇതോടെ വാർത്താ വായന ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. വാർത്താ വായന ഇഷ്ടമായാൽ ന്യൂസ് റീഡിംഗ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.